മോഷൻ ഗ്രാഫിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുള്ള കണക്കത്തെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷൻ ഗ്രാഫിക്സ്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് എല്ലാം കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു മോഷൻ ഗ്രാഫിക്സ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ടൈറ്റിൽ അനിമേഷൻ നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ കോമ്പോസിഷൻ എടുക്കുക. ടെക്സ്റ്റ് ടൈറ്റിൽ അനിമേഷൻ. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ടൈറ്റിൽ, അപ്പൊ ഇത്രയും മിക്സ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അതായത് ഇത്രയും ക്ലാസ്സുകളിൽ പഠിപ്പിച്ചത് മൊത്തത്തിൽ മിക്സ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു വേറൊരു ടൈപ്പ്, കുറച്ച് മാസ്കിങ്ങും പിന്നെ കുറച്ച് അനിമേഷനും പിന്നെ കുറച്ച് ഗ്രാഫും വെച്ചിട്ടുള്ള ഒരു, നമ്മൾ സെപ്പറേറ്റ് ആണ് നോക്കിയതെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അനിമേഷൻ ഇതിൻ്റെ അകത്ത് നോക്കാം. ഒറ്റതിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഓരോന്നിനും ഓരോ empty ലെയർ എടുത്തിട്ട് ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ ടൈപ്പ് ചെയ്യണേ. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പേര് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യണം. അത് നമുക്കതിനെ സ്കെയിൽ ചെയ്യാം. ഒരു സ്കെയിൽ വാല്യൂ നമുക്കൊരു 15 കൊടുക്കാം. ഓക്കെ, 15 വേണ്ട, കുറച്ചും കൂടെ വലുതാക്കുക, 20 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് കൺട്രോൾ ഓൾട്ട് ഹോം അടിക്കുന്നു. അതിനു മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫോട്ടോഷോപ്പിൽ നമുക്ക് എന്താണ് മുകളിൽ നമുക്ക് ഇത് പിടിക്കാൻ പറ്റുമല്ലോ, ഏതാണ് റോസ് ആൻഡ് കോളംസ് അല്ലെങ്കിൽ റൂളേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺട്രോൾ ആർ അടിച്ചതിൽ ആഫ്റ്ററിൽ നമുക്ക് റൂളർ പിടിക്കാം. കൺട്രോൾ ആൻഡ് ആർ. ഓക്കെ, കൺട്രോൾ ഹോൾഡ് ചെയ്ത ശേഷം ആർ അടിച്ചാൽ നമുക്ക് റൂളർ പിടിക്കാം. റൂളർ വെച്ചിട്ട് എനിക്കൊന്ന് സ്വല്പം കൂടെ വലുതാക്കാനുണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ 25 ആക്കാം, ഇല്ല 30 ആക്കാം, അത്രയും. ഓക്കെ, 30 ഇനഫാണ്. ഓക്കെ, റൂളർ വെച്ചിട്ട് നമുക്ക് ആദ്യമേ റൂളറിനെ അലൈൻ ചെയ്യാം. എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യം അലൈൻ ചെയ്തിട്ട് നമുക്ക് റൂളറിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, കറക്റ്റ് പിടിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു റൂളറിനെയും കൊണ്ട് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് താഴെ വയ്ക്കാം. ഓക്കെ, അതാകുമ്പോൾ പക്കായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. സ്വല്പം ഒന്ന് അലൈൻമെന്റ് ഇങ്ങനെ ആക്കാം. ഓക്കെ, ഇതൊരു ഏരിയയിൽ വെച്ചു. അടുത്ത ടെക്സ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ തന്നെ ഒരു കോപ്പി എടുക്കാം. അതാകുമ്പോൾ പ്രശ്നമില്ല. കൺട്രോൾ ഡി അടിച്ചിട്ട് ഒരു കോപ്പി എടുക്കാം. എന്നിട്ട് അതിന് ഡ്രാഗ് ചെയ്ത് വെക്കുക, അതായിരിക്കും നല്ലത്. പക്ഷേ ഈ ടെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് സ്നാപ്പ് ആയിക്കോളൂ. ഇതാ നോക്കി, ടെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് സ്നാപ്പ് ആവും കറക്റ്റായിട്ട്. ഒറ്റയടിക്ക് അത് പോവില്ല, സ്നാപ്പായി ഇരുന്നതിന് ശേഷമേ അത് പോവുള്ളൂ. കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിൽ തന്നെ ഇരുന്നോളൂ. ഇതാ ഓക്കെ, ഞാനിവിടെ രണ്ടാമത്തെ ടൈപ്പ് ചെയ്യും. ഞാൻ എല്ലാം സെപ്പറേറ്റ് ലെയറിലാക്കണം. ഒറ്റ ലെയറിലാക്കിയ ഒരു സുഖമില്ല. ഈ ഓഫും കൂടെ അതിൻ്റെ അകത്താക്കാം. ഓക്കെ, അല്ലാതുണ്ടെങ്കിൽ ഒരുപാട് ടെക്സ്റ്റ് ആയി പോവും. അടുത്തത് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തു, കൺട്രോൾ ഡി. എന്നിട്ട് വീണ്ടും ഇതിനെ സെലക്ട് ചെയ്യുക, നമുക്കതിനെ നീക്കി വയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് വീണ്ടും ഞാൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. രണ്ടാമത്തെ കൺട്രോൾ ഡി ഒന്നും കൂടെ അടിക്കുക, കൺട്രോൾ ഡി. എന്നിട്ട് വീണ്ടും ഞാൻ അതിനെ നീക്കി അടുത്തതിലോട്ട് സ്നാപ്പ് ചെയ്തു. ഓക്കെ, അതിനെ എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനെ നമുക്ക് ഒരുമിച്ചാക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അത്രയും സ്പ്ലിറ്റ് അപ്പ് ഇല്ല, 1 2 3 4 സ്പ്ലിറ്റ് അപ്പ് ആക്കി. ഓക്കെ, 4 സ്പ്ലിറ്റ് അപ്പ് ആക്കിയിട്ട് കുറച്ചും കൂടെ അലൈൻമെന്റ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് കറക്റ്റ്, ആ ഒരു അകലം എല്ലാം കറക്റ്റ് കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പീസസിലോട്ടാക്കി. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. 2 3 4 പീസസിലാക്കി ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഓരോ അനിമേഷൻ ബൈ അനിമേഷൻ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു പല അനിമേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആങ്കർ പോയിന്റ് വെച്ചിട്ട് ഒരു അനിമേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആങ്കർ പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആങ്കർ പോയിന്റിനെ നമുക്ക് എടുക്കാം. ആങ്കർ പോയിന്റ് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാൻ ബിഹൈൻഡ് ആങ്കർ പോയിന്റ് അല്ലെങ്കിൽ വൈ. കീബോർഡിൽ വൈ അടിക്കുക, ഡ്രാഗ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഏരിയയിൽ കൊണ്ടുവച്ചു ഇതിനെ. ഓക്കെ, ഈ ഒരു പക്ക ഏരിയയിൽ കൊണ്ടുവച്ച് ഒന്നും കൂടെ ഞാൻ വൈ അടിച്ചു. ഓക്കെ, അതിനുശേഷം ഒന്നും കൂടെ ഏതിൽ സെലക്ട് ചെയ്യുക, സെലക്ഷൻ ടൂളിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, ഫസ്റ്റ് ടെക്സ്റ്റ് ആണ് അല്ലേ. അതിൻ്റെ അകത്ത് ഒരു റൊട്ടേഷൻ കൊടുക്കാം. റൊട്ടേഷൻ കൊടുത്തിട്ട് നമുക്കത് റൊട്ടേറ്റ് ചെയ്യാം. ഇതാ ഈ ഒരു അനിമേഷനാണ് ഞാൻ അതിൻ്റെ അത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ആക്സിസ് നിന്ന് തിരിച്ചു വരുന്നതായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിന് സ്വല്പം ഇങ്ങോട്ട് നീക്കി വെച്ചു.
റൊട്ടേഷന് ഞാൻ ഒരു കീ ഫ്രെയിം കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഏത് ആക്സിസിലോട്ടാണ് മാറ്റേണ്ടത്, അപ്പോൾ ഈ ആക്സിസ് ആണ്, ഈ ആക്സിസിലോട്ട് മാറ്റുക. ഓക്കെ, ഞാൻ ഈ ആക്സിസിലോട്ട് മാറ്റി. ഓക്കെ, ഇനിയിപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇതാ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു അനിമേഷനാണ് വരുന്നത്. നമുക്ക് മോഷൻ ബ്ലറും കൂടെ ആഡ് ചെയ്യാം. ഇതാ മോഷൻ ബ്ലർ ആഡ് ചെയ്തു, വീണ്ടും മോഷൻ ബ്ലർ കൊടുക്കുക. ഓക്കെ, അതാകുമ്പം ആ ഒരു അനിമേഷനാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ആ അനിമേഷൻ അത്ര എന്താണ് പക്ക അനിമേഷൻ എന്ന് ഇനി പറയാൻ പറ്റൂല. പക്ക അനിമേഷൻ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നമുക്ക് ഗ്രാഫും കൂടെ വർക്ക് ചെയ്യാം. ഗ്രാഫിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, അതായത് ഇത് സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഗ്രാഫിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഗ്രാഫിനെ ഒന്ന് എന്ത് ചെയ്യുക, സൂം ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ ഏതാണ് സ്പീഡ് ഗ്രാഫ് അടിക്കുക, ഒന്നും കൂടെ ഇതിനെ സൂം ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്കതിനെ ഗ്രാഫിൽ സ്വല്പം ഒന്ന് ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വാല്യൂ ഗ്രാഫിൽ ഒന്നും കൂടെ പോവുക. അപ്പോൾ വാല്യൂ ഗ്രാഫിൽ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കുറച്ചും കൂടെ സൂം ചെയ്യുക. ഓക്കെ, വാല്യൂ ഗ്രാഫ് എടുത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഈ ഏരിയ മാത്രം നമുക്കൊന്ന് സ്മൂത്ത് ചെയ്യാം. ഈ ഏരിയ മാത്രം സ്മൂത്ത് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരു ഹാൻഡിൽ വന്നു. ഹാൻഡിലിൽ വെച്ച് ഞാൻ എന്ത് ചെയ്തു, നല്ലോണം സ്മൂത്ത് ചെയ്തു. ഇതാ ഇതിനെ സെലക്ട് ചെയ്യുക. ഇതിനെ ഞാൻ ഒരു എന്ത് കൊടുത്തു, കൺവേർട്ട് ടു ഓട്ടോ ബെസിയർ കൊടുത്തു. എന്നിട്ട് ഇതിന് എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഷാർപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം ഷാർപ്പ് ടു സ്മൂത്തായി. ഓക്കെ, ഇത് ഒരുപാട് താഴാൻ പാടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, സ്വല്പം കൂടെ ഒന്ന് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കണം. അപ്പോൾ ഗ്രാഫ് വെച്ച് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫാസ്റ്റ് ഇന്നും സ്ലോ ഔട്ടും ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഫാസ്റ്റ് ഇൻ ആൻഡ് സ്ലോ ഔട്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാഫ് എടുക്കുന്നതിന് മുമ്പായിട്ട് യു അടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇതുണ്ടല്ലോ അതൊന്ന് സ്മൂത്ത് ചെയ്തിട്ട് പോയാൽ ആ ഒരു പ്രശ്നം വരില്ല. ഏതാണ്, ഇവിടെ നിന്ന് ഡൗൺ ആയിപ്പോയി ഗ്രാഫ് പിടിച്ചപ്പോൾ, കാരണം നമ്മളത് സ്മൂത്ത് ചെയ്തില്ല. ഇവിടെ നിന്നേ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനെ എന്ത് ചെയ്യുക, ഈസിനെ ആക്കിയിട്ട് പോയിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ലായിരുന്നു. ഇതാ ഗ്രാഫിൽ ആ ഒരു ഐഡി വരില്ലായിരുന്നു. ഇപ്പൊ സ്മൂത്തായി, സംഭവം സ്മൂത്തായി, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ മനസ്സിലായ സംഭവം പിടിയിട്ട് എന്താണെന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു അനിമേഷനാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് അനിമേറ്റ് ചെയ്യാം. അടുത്തത് നമുക്ക് ഈ നീക്കിയിടുന്ന കാര്യമൊക്കെ ആദ്യം നമുക്ക് ഇതിന് അനിമേഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നീക്കി ഇട്ട് കഴിഞ്ഞാൽ പല എന്താണ് മറ്റേ ഫോളോ ത്രൂ അല്ല, നമ്മുടെ എന്താണ് ഓവർലാപ്പ് ആയിക്കോളും. അല്ലെങ്കിൽ ഒരു അനിമേഷൻ കഴിഞ്ഞിട്ട് അടുത്ത അനിമേഷൻ വന്നോളൂ. ഇപ്പോൾ തൽക്കാലം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, നമുക്ക് ഇതിൻ്റെ അനിമേഷൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇതാണ്ട് ഇതിപ്പോൾ ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിവോട്ട് പോയിന്റ് നമുക്ക് എടുക്കാം. വീണ്ടും ഞാൻ ആ പിവോട്ട് പോയിന്റ് എടുക്കുന്നു. ആ പിവോട്ട് പോയിന്റിനെ എടുത്തിട്ട് ഇത് രണ്ടെണ്ണം ഒരുമിച്ചാണ് അല്ലേ. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഞാൻ വൈ അടിക്കുക, എന്നിട്ട് വീണ്ടും ഞാൻ സെലക്ഷൻ ടൂൾ എടുത്തു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റൊട്ടേഷൻ കൊടുക്കാം. അത് എവിടെ നിന്നാണ് വന്നത്, ആ അനിമേഷൻ ശ്രദ്ധിക്കുക എവിടെ നിന്നാണ് അല്ലേ. അപ്പം നമുക്കിത് തിരിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും റൊട്ടേഷനിൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ് ഫില്ല് ചെയ്തത്, ഓക്കെ, ആ മൂവ്മെൻറ്റ് തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഞാൻ ഒരു കീ ഫ്രെയിം ഇട്ടു. ഓക്കെ, അതാകുമ്പോൾ നിൽക്കണം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതാണ്, മുകളിൽ നിന്നാണെങ്കിൽ ഇത് താഴെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, രണ്ടിൻ്റെ ടൈമിംഗ് നിങ്ങൾ നോക്കണ്ട. ടൈമിംഗ് നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ടും ഒരുമിച്ചൊക്കെ വന്നോട്ടെ, നമുക്ക് അതിൻ്റെ സമയം നമുക്ക് മാറ്റി ഇടാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് തിരിച്ചിടുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നു, മോഷൻ ബ്ലർ അപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ ഫുൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കീ ഫ്രെയിം അസിസ്റ്റന്റ് ഈസി ഈസ് ഇത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ അത് സ്മൂത്തായി. ഓക്കെ, അപ്പോൾ സ്മൂത്തായാൽ മാത്രം പോരാ, എനിക്ക് ടൈമിംഗ് കൂടെ കുറച്ച് കാണുമ്പോൾ ഒരു രസമുള്ള ടൈമിംഗ് കൂടെ വേണം. സോ ഇതിനെ സെലക്ട് ചെയ്യുക, വീണ്ടും ഞാൻ ഗ്രാഫിൽ പോകുന്നു. ഗ്രാഫിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ട ആ ഒരു സ്പ്ലൈൻ ഗ്രാഫ് വന്നണ്ട, നേരത്തെ ഈ സ്പ്ലൈൻ വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്, നമ്മൾ ഇവിടെ ഈസി ഇന്ന് കൊടുത്താൽ മാത്രമേ ഇവിടെ സ്പ്ലൈൻ ആംഗിൾ വരുള്ളൂ, ഇല്ലേ നമ്മളിത് പിടിച്ചു കൊടുക്കേണ്ടി വരും സ്പ്ലൈന്. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഷാർപ്പ് ആക്കുന്നു, അതിനെ ക്ലിക്ക് ചെയ്തിട്ട് എന്താക്കുന്നു, സ്മൂത്ത് ആക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കി അനിമേഷൻ കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു കീ ഫ്രെയിം കൂടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കീ ആംഗിൾ കൂടെ വീഴും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ പിടിച്ച് ജസ്റ്റ് ഒന്ന് ടോപ്പിലാക്കാം. അപ്പോൾ ഇപ്പം നോക്കി, അങ്ങനെ ഒരു അനിമേഷൻ വേണമെങ്കിലും കൊടുക്കാം. ഒന്ന് സെറ്റിൽ ചെയ്യണമെന്നൊക്കെ ഒരെണ്ണം കൊടുക്കാം. ഇതാ മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്തിട്ട് സ്വല്പം താഴ്ത്തിയിട്ടൊന്ന് പൊക്കി കഴിഞ്ഞാൽ ഇതാ
ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, പ്രോബ്ലം ഇല്ല. അത് ഷാർപ്പ് ആണെങ്കിൽ ഷാർപ്പ്, സ്മൂത്ത് ആണെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ് ആണെങ്കിൽ നല്ല ഓപ്പോസിറ്റ് പോയിട്ട് വരത്തക്ക രീതിയിൽ. ഓക്കെ, അപ്പോൾ അനിമേഷനിൽ ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണം അനിമേഷൻ ആയി കഴിഞ്ഞ് ഇനി അടുത്തത് മൂന്നാമത്തത്. ഓക്കെ, ഇതങ്ങ് ക്ലോസ് ചെയ്യുക. അനിമേഷൻ, അടുത്ത അനിമേഷനാണ് വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ രണ്ടെണ്ണം സിമിലർ ആയിട്ടുള്ള അനിമേഷൻ വന്നു. അപ്പം അനിമേഷൻ ഏത് രീതിയിലാണ് നമുക്ക് അനിമേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് വേറെ രീതിയിൽ അനിമേറ്റ് ചെയ്യാം. നമുക്ക് മാസ്ക് ഇട്ട് അനിമേറ്റ് ചെയ്യാം അനിമേഷന്. സോ അതിന് വേണ്ടിയിട്ട് ഈ അനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. അനിമേഷനിൽ നമുക്കൊരു മാസ്ക് കൊടുക്കാം. ഇതുണ്ടല്ലോ നമ്മുടെ മാസ്ക്. ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന് ഉറപ്പ് വരുത്തുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്തങ്ങ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തൊരു മാസ്ക് കീ വരണുണ്ട്, കണ്ടോ? മാസ്ക്. നമുക്ക് ഇതിൻ്റെ അകത്ത് മാസ്കിനെ അനിമേറ്റ് ചെയ്യാം, മാസ്ക് പാത്തിനെ അനിമേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ അനിമേഷൻ തീരുന്ന കറക്റ്റ് സ്ഥലം നോക്കുക. അതിനാണ് ഞാൻ ഈ സ്ഥലം നോക്കുന്നത്, എത്ര സെക്കൻഡിലാണ് തീരുന്നതെന്ന്. എല്ലാത്തിനും ഒരേ ടൈമിംഗ് ആയിരിക്കണം, മനസ്സിലായില്ലേ? എല്ലാ ടെക്സ്റ്റിനും ഒരേ ടൈമിംഗ് ആണ്. നമ്മൾ ഇപ്പോഴേ മാറ്റി മാറ്റി ഇട്ട് കഴിഞ്ഞാൽ ടൈമിംഗ് മാറും. ഇപ്പോൾ കറക്റ്റ് നമ്മൾ എത്ര 9 സെക്കൻഡിലാണ് തോന്നുന്നത് നിൽക്കുന്നത്. യെസ്, അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഒരു മാസ്ക് കൊടുക്കുന്നു. രണ്ടാമത്തെ മാസ്ക് നമ്മൾ ഫസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് കീ ഫ്രെയിം കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇതാ ഇവിടെ നമ്മുടെ മെയിൻ സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കിയാൽ ഒരു ബ്ലാക്ക് കളർ വരും. ആ ബ്ലാക്ക് കളർ വെച്ചിട്ട് പുള്ളിക്കാരനെ സ്വല്പം നീക്കുക. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് ആക്സിസിൽ മൂന്ന് ആക്സിസിലുമായി. പിടികിട്ടിയല്ലോ? ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് സ്മൂത്ത് അനിമേഷൻ ആണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് മാസ്കിൽ വേണമെങ്കിൽ ഇതിനെയും സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കീ ഫ്രെയിം അസിസ്റ്റന്റ് ഈസ് ഇൻ. അപ്പോൾ നമ്മൾ സ്മൂത്ത് ആയിട്ട് അത് നിന്നോളും. ഓക്കെ, സ്മൂത്ത് അനിമേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അനിമേഷൻ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടൈമിംഗ് മാറുമ്പോൾ കുറച്ചും കൂടെ കാണുമ്പോൾ ഒരു രസമായിരിക്കും. ഓക്കെ, എല്ലാം ഒരുമിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഫീൽ കിട്ടാത്തത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വീണ്ടും ഒരു മാസ്ക് തന്നെ കൊടുക്കാം. നമുക്ക് ആ മാസ്കിനെ പിന്നെ നമുക്ക് അനിമേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മാസ്ക് കൊടുക്കാം. വീണ്ടും സെയിം, ഇവിടെ ക്ലിക്ക് ചെയ്യുക, VFX ആൻഡ് ഗെയിമിങ്ങിൽ വീണ്ടും സെലക്ട് ചെയ്യുക, ഒരു മാസ്ക് കൊടുക്കുക. സോ അതിൻ്റെ അകത്ത് ഒരു മാസ്ക് വന്നിട്ടുണ്ട്. ആ മാസ്കിൻ്റെ അകത്ത് പാത്ത് ജസ്റ്റ് ഇത് കൂടെ ഒന്ന് ഓപ്പൺ അപ്പ് ആക്കുക, എത്ര കീ ഫ്രെയിമിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 8 സെക്കൻഡ്സ് തന്നെയാണ്. മാസ്ക് ക്ലിക്ക് ചെയ്യുന്നു, മാസ്ക് പാത്തിൽ ഓൺ ചെയ്യുന്നു, ഇവിടെയും വരുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് കീ ഫ്രെയിം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസ്കിനെ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ മാസ്കിനെ നമുക്ക് തൽക്കാലം ഇതിങ്ങനെ തന്നെ വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ ഇപ്പോൾ രണ്ടും ഒരേ രീതിയിലാണ് മാസ്ക് പോണത് അല്ലേ? അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മാസ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് മാസ്കിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിൽ വെച്ച് നോക്കാം എങ്ങനെയായിരിക്കുന്നത്. ഓക്കെ, മാസ്ക് നമുക്ക് റൊട്ടേറ്റ് അവസാനം റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇവിടെ വെച്ചിട്ട് നമുക്ക് ആ റൊട്ടേഷൻ ഒരു പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഒരു കീ ഫ്രെയിം ഇടുക. രണ്ടാമത്തെ റൊട്ടേഷൻ നമുക്ക് വെച്ചിട്ട് മാസ്ക് ഏത് രീതിയിൽ റൊട്ടേറ്റ് ആവണമെന്നുള്ള കാര്യം കണ്ടോ? കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരു അനിമേഷൻ കൊടുത്തു. ഇങ്ങനെയല്ല, എത്ര രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് എല്ലാം സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കീ ഫ്രെയിം അസിസ്റ്റന്റ് ഈസ്. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് എടുക്കുന്നു. സ്മൂത്ത് ചെയ്യണമെങ്കിൽ സ്മൂത്ത് ചെയ്യാം ഗ്രാഫിനെ. ഷാർപ്പായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, സ്മൂത്ത് ആവണമെങ്കിൽ ഷാർപ്പായിട്ട് വന്നിട്ട് അതിനെ നമുക്ക് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. ഷാർപ്പായിട്ട് വന്നു, ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്തു, അത് നല്ലോണം സ്മൂത്തായി. ഉണ്ടോ? ഷാർപ്പായി വന്നു, അത് ഏരിയ നല്ലോണം സ്മൂത്തായി, കണ്ടല്ലോ? ഓക്കെ, ഇനി എല്ലാം സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാം തിരിച്ചു പോകുന്നു. ഓക്കെ, എല്ലാം തിരിച്ചു പോകുന്നു. ഇനി നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ അനിമേഷനും നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ? എല്ലാ അനിമേഷനും അതവിടെ നിന്നോട്ടെ. ഞാൻ തിരിച്ച് ഗ്രാഫിൽ നിന്ന് വീണ്ടും തിരിച്ചു പോയി. ഓക്കെ, ഇത്ര അനിമേഷൻ നമുക്ക് എന്ത് ചെയ്യണം, റീട്യൂൺ ചെയ്യണം, ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി എന്തായാലും ഇല്ലേ, എല്ലാത്തിൻ്റെ ടൈമിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാം എന്താണ് ഓക്വേർഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതെല്ലാം അവിടെ കിടന്നോട്ടെ. നമുക്ക് ഫസ്റ്റ് മെയിൻ ടൈറ്റിൽ പോവുക. ഓക്കെ, ഇത് നമ്മൾ സബ് ടൈറ്റിലാണ്, മെയിൻ ടൈറ്റിൽ പോവുക. ഇങ്ങനെയാണ് എൻ്റെ മെയിൻ ടൈറ്റിൽ എന്ന് വിചാരിക്കുക. ഹോം ആക്കുക. ഓക്കെ, ഹോം ആക്കിയ ശേഷം ഈ ടൈറ്റിലിൻ്റെ അലൈൻമെൻറ്റ് കൃത്യമായിട്ട് അതിൻ്റെ ടോപ്പിലാക്കുക. ഓക്കെ, അല്ലെങ്കിൽ സ്വല്പം ഒന്ന് ഇത് വിട്ടാലും കുഴപ്പമില്ല, ഒരു ഏരിയ വിട്ടാലും കുഴപ്പമില്ല. കണ്ടല്ലോ, കറക്റ്റ് അതിൻ്റെ മിഡിൽ പോർഷനിൽ ഞാൻ അതിനെ കൊണ്ടുവച്ചു. ഇനി ഇതിനെ നമുക്ക് അനിമേറ്റ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇത് സെപ്പറേറ്റ് അനിമേഷൻ ആണ്. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് സെപ്പറേറ്റ് അനിമേഷൻ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിനെ സ്കെയിൽ ചെയ്യും. ഓക്കെ, ഇതിന്റെ കറക്റ്റ് എവിടെ വെച്ചാൽ നിൽക്കുന്നതെന്ന് നോക്കുക. എത്രയാണ്? 8 സെക്കൻഡ് തന്നെയാണ് അല്ലേ? ഓക്കെ, ഈ ഒരു 9 വരെയൊക്കെ ചില വരുന്നുണ്ട്. അവിടെ തന്നെ നിന്നോട്ടെ. ഞാൻ സ്കെയിൽ ചെയ്യുന്നു. ഇവിടെ ഒരു കീ ഫ്രെയിം ഇടുന്നു, ഇവിടെ വയ്ക്കുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് കീ ഫ്രെയിം. ഓക്കെ, ഒരു കീ ഫ്രെയിം നമുക്ക് ഇങ്ങനെ കൊടുക്കാം. സ്വല്പം ചെറുതായിട്ട് വരുന്ന ഒരു ഫീൽ ഇങ്ങനെ കൊടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു ഫീൽ കൊടുക്കുക. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് അത് മാത്രം പോരാ, ഈ ഇതിനെ തന്നെ ഒന്ന് Ctrl+C അടിച്ച് കോപ്പി ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്യുക. ഇപ്പം എന്ത് പറ്റി? ഇതേ കീ ഫ്രെയിം തന്നെയാണ് കോപ്പി ചെയ്തിരിക്കുന്നത് അല്ലേ? ഇത് ഫസ്റ്റ് കീ ഫ്രെയിം, ഇവിടെ 2 കീ ഫ്രെയിം ഒരേപോലത്തെ കീ ഫ്രെയിം. ശ്രദ്ധിക്കുക, എല്ലാം ഒരേപോലത്തെ കീ ഫ്രെയിം. അപ്പം ഞാൻ ഇതിന്റെ സ്കെയിൽ വാല്യൂ ഞാനൊരു സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഇപ്പം നോക്കിയേ, കണ്ടോ? ഒന്ന് കുഷൻ ചെയ്തിട്ട് സെറ്റിൽ ചെയ്തു. ഓക്കെ, അതായത് സ്കെയിൽ ചെയ്തിട്ട് സ്കെയിൽ വാല്യൂ കുറച്ചു. ഞാൻ ഫുള്ള് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, എന്ത് ചെയ്തു, കീ ഫ്രെയിം അസിസ്റ്റൻസിൻ്റെ അകത്ത് ഈസ്. ഓക്കെ, നോക്കിയേ, കണ്ടോ? അപ്പോൾ ഇനി വീണ്ടും ഗ്രാഫിൽ കയറുക. ഗ്രാഫ് നമുക്ക് നന്നായിട്ട് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്യുക, ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഹാർഡായിട്ട് വന്നു, ഹാർഡായിട്ട് ഈ ഒരു ഏരിയയിൽ വന്നു. മാക്സിമം അതിനെ പിടിച്ച് സ്മൂത്ത് ചെയ്ത് കൊടുത്തു. ഇതാ ഈ ഏരിയ പിടിച്ച് സ്മൂത്ത് ചെയ്ത് കൊടുത്തു. ഇതാ ഇനി പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കർവിൽ പോകണമെങ്കിൽ ഈ കർവിൽ ഇതിനെ എങ്ങനെ വേണോ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഈ ഒരു സംഭവത്തിന് എത്രത്തോളം ഫ്രണ്ടിൽ വരാം അത്രത്തോളം ഫ്രണ്ടിൽ വരും. ഇത് തിരിച്ച് ഇത്രത്തോളം ചെറുതാക്കണോ അത്രത്തോളം ചെറുതാക്കാം. ഓക്കെ, അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എത്രത്തോളം വേണമെങ്കിലും സ്മൂത്ത് ചെയ്യാം, എത്രത്തോളം വേണമെങ്കിലും അതിനെ ഹാർഡാക്കാം. ഓക്കെ, ഇതിപ്പോൾ നല്ല ഇതിലാണ്, പവറിലാണ് വരണം. കുറച്ചും കൂടെ കൂട്ടണമെങ്കിൽ ഇങ്ങനെ കൂട്ടാം. അപ്പോൾ അത് അത്രയും കണ്ടോ, ആ മൂവ്മെന്റ് അത്രയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇതും ഞാൻ റെഡിയാക്കി. ഇനി നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് പ്രീകോംബ് ചെയ്യണം അല്ലേ? പ്രീകോംബ് ചെയ്ത് അതിൻ്റെ അകത്തിട്ട് നമുക്ക് ടൈമിംഗ് മാറ്റാം, അല്ലെങ്കിൽ ഫുൾ കൺഫ്യൂഷൻ ആവും. എല്ലാത്തിനും സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, പ്രീകോംബ്. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ടെക്സ്റ്റ് എല്ലാത്തിനെയും കൂടെ അകത്തിട്ട് പ്രീകോംബ് ചെയ്യുക. അപ്പം നമുക്ക് ഇഷ്യൂ ഇല്ല. ഓക്കെ, പ്രീകോംബ് ചെയ്യുന്ന ടെക്സ്റ്റിന്റെ അകത്ത് കയറുന്നു. ഓരോ അനിമേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റീട്വീക്ക് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരേണ്ട ഏതാണ്? ഇത് തന്നെയാണ്. രണ്ടാമത് സ്കൂൾ ഓഫ്, അതിനെ സ്വല്പം കൂടെ നീക്കുക. ഉണ്ടല്ലോ. അടുത്തത് അനിമേഷൻ ആണ്. അനിമേഷന് സ്വല്പം കൂടെ നീക്കുക. VFX ആൻഡ് ഗെയിമിങ്ങിനെ സ്വല്പം കൂടെ നീക്കുക. ഇപ്പൊ നോക്കിയേ, ടൈമിംഗ് നോക്കിയേ ഇപ്പോൾ. അപ്പം ഇത് മാത്രമാണ് ഒരുമിച്ച് വരണത്. ഞാൻ എന്ത് ചെയ്യുക, സ്വല്പം കൂടെ അങ്ങ് നീക്കി കളയുക. അത് വന്നതിന് ശേഷം അത് വന്നാൽ മതി. സ്വല്പം കൂടെ നീക്കുക. അതാ നോക്കിയേ, കാണുന്നുണ്ടോ? മനസ്സിലായോ? ഞാൻ വെച്ചാൽ എല്ലാ മൾട്ടിപ്പിൾ സംഭവങ്ങളിലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് രണ്ടിനും കൂടെ മോഷൻ ബ്ലർ ഇടുക. മോഷൻ ബ്ലർ ഇട്ടാലേ അത് കാണുമ്പോൾ ഒരു സുഖം വരുള്ളൂ. മോഷൻ ബ്ലർ ഇല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു ഇത് വരത്തില്ല. ഓക്കെ, ഇതിപ്പോൾ ഈ പ്രോപ്പർട്ടി ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പാസിറ്റി ഹൈഡ് ചെയ്യാം. ഇവിടെ അനിമേഷൻ്റെ ഒപ്പാസിറ്റി വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. T അടിച്ചിട്ട് ഒപ്പാസിറ്റി ഇവിടം തൊട്ട് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടം തൊട്ട് ആക്കുക. ഞാൻ ഒപ്പാസിറ്റി ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു, കീ ഫ്രെയിം 0 ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും കാണത്തില്ല. അതാ കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് അതൊരു ഇവിടെ നിന്നാണ് ഇത് വരണമെന്നുള്ളൊരു ഫീല് വരണ്ട. കണ്ടോ, അനിമേഷനിലാണ് ഇരിക്കുന്നത് കേട്ടോ. മോഷൻ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനിമേഷൻ ചെയ്യുന്ന ആ ഒരു ഇതിലാണ് കറക്റ്റ് പ്രോപ്പർട്ടി വർക്ക് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ സംഭവങ്ങളാണ്. റൊട്ടേഷൻ അതുപോലെ തന്നെ മാസ്കിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാസ്ക്. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് ടൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇനി നോക്കിയേ, അടുത്ത പ്രശ്നം എന്താണ്? ഈ ടൈറ്റിൽ കഴിഞ്ഞിട്ട് ആ ടൈറ്റിൽ വരാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റിനെ നമ്മൾ പ്രീകോംബ് ചെയ്ത ടെക്സ്റ്റിനെ എന്ത് ചെയ്യുക, ഫ്രണ്ടിലേക്ക് നീക്കുക. ഇതിൻ്റെ അനിമേഷൻ പൂർണ്ണമായിട്ട് വന്നതിന് ശേഷം മാത്രം അടുത്ത അനിമേഷൻ വർക്ക് ചെയ്യാം. ഓക്കെ, ഉണ്ടോ? ഓക്കെ, അത് കീ ഫ്രെയിംസ് കുറവാണ്. ടൈമിംഗ് നീക്കി കൊടുത്താൽ മതി. കംപ്ലീറ്റ് ആയിട്ടായി. ഓക്കെ, ഫൈൻ. മനസ്സിലായോ? സംഭവം പിടികിട്ടിയല്ലോ എന്താണെന്ന്. അത് നമുക്കതിൻ്റെ ഔട്ട് ഒന്ന് കണ്ടിട്ട് വരാം. ഇത്രയും കീ ഫ്രെയിംസ് ഉണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ഉണ്ട്? ഏകദേശം ഇത്രയും സെക്കൻഡ്സ് ഉണ്ട്. അപ്പോൾ അകത്ത് കയറുക ടെക്സ്റ്റിൻ്റെ. കാരണം ടെക്സ്റ്റിൻ്റെ അത്രയേ ഉള്ളൂ എന്ന് ഉറപ്പ് വരുത്തുക. നോക്കേ,
ഇത്രയും കീ ഫ്രെയിംസ് അല്ലേ ഉള്ളൂ ടെക്സ്റ്റ് അകത്ത്. അല്ലെങ്കിൽ സാധാരണ ഒരു അബദ്ധം പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രീ കോമിന്റെ ഔട്ടിൽ നിന്നിട്ട് നമ്മൾ ഇവിടെ വെച്ചാൽ കട്ട് ചെയ്യും. അങ്ങനെ അബദ്ധം കാണിക്കരുത്. നമ്മൾ എപ്പോഴും പ്രീ കോമിന്റെ അകത്ത് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വന്നിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യരുത്. കാരണം ഈ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റിന്റെ അനിമേഷൻ ഇവിടെ അല്ലാതെ ചിലപ്പം കൂടുതൽ വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ടെക്സ്റ്റിന്റെ അകത്തും കൂടെ കയറി നോക്കുക എവിടെയാണ് എൻ്റെ അനിമേഷൻ തീർന്നതെന്നുണ്ടെങ്കിൽ. ഇത് കുഴപ്പമില്ല, ഇത് അനാവശ്യ അനിമേഷനാണ് ഇത്രയും കീ ഫ്രെയിംസിൽ കിടക്കുന്നത്. കാണുന്നുണ്ടല്ലോ, ഇത്രയും കീ ഫ്രെയിംസിൽ അനാവശ്യ അനിമേഷൻ. സാധാരണ അബദ്ധം പറ്റുന്നത്, നമ്മൾ എല്ലാം ഫ്രഷേഴ്സിന് പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ ഇത്രയും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കും പറ്റിയിട്ടുള്ള അബദ്ധമാണ്. ഞാൻ ഇത്രയും ചെയ്ത് ഞാൻ ഇവിടെ വെച്ചാൽ കട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ റണ്ടർ ചെയ്ത് ഔട്ട് എടുക്കുന്ന സമയത്ത് അയ്യോ ഫുൾ ഔട്ടും വന്നില്ല. കാരണം എന്താണ്, ഇതിന്റെ അനിമേഷൻ ഇവിടം വരെ കിടക്കും. നമ്മളത് കട്ട് ചെയ്ത് കളയിച്ച് കംപ്ലീറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുക. അതൊക്കെ ബേസിക് കൺസെപ്റ്റ് ആണ് സേവിങ് എന്നുള്ള കാര്യം. എന്നാലും ഞാൻ പറയാണ്, നമ്മൾ ചിലപ്പം പെട്ടെന്ന് ഇതെല്ലാം കൂടെ ചെയ്തിട്ട് കൺട്രോൾ-എസ് അടിച്ചിട്ട് അങ്ങ് പോകും. ഇതെല്ലാം കഴിഞ്ഞ് കൺട്രോൾ-എസ് അടിച്ച് കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കൺട്രോൾ-എസ് അടിച്ച് കഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, കട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം, 2 സെക്കൻഡേ ഉള്ളതെന്ന് എനിക്ക് ഉറപ്പുണ്ട് അല്ലേ. അത്രയോട് ഞാൻ ഇവിടെ വെച്ചിട്ട് നമ്മൾ N അടിക്കുന്നു. ഓക്കെ, റൈറ്റ് ക്ലിക്ക്, ട്രിം കോം ടു വർക്ക് ഏരിയ. ഓക്കെ, കാരണം എനിക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, ഒറിജിനലിലോട്ടും പോവുക, അവിടെയും ഇത്രയും മതി. നമുക്ക് എന്തിനാണ് ഫുള്ള് വേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെയും വെച്ചിട്ട് N അടിക്കുന്നു, ഇവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക്, ട്രിം കോം ടു വർക്ക് ഏരിയ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അനിമേഷനും എനിക്കിത് പൂർണ്ണമായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിലും വർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ അത്രയും വേണ്ട ആവശ്യമില്ല. ഇത്രയും വേണ്ട ആവശ്യമുള്ളൂ. 12 സെക്കൻഡ്സ് ഇവിടെ നോക്കിയേ, കണ്ടോ, അവിടെ വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് അത്രയും മതി, ഇത്രയും സെക്കൻഡ്സ് മതിയാവും. വീണ്ടും ഞാൻ ഇവിടെ വയ്ക്കുന്നു, N അടിക്കുന്നു, റൈറ്റ് ക്ലിക്ക്, ട്രിം കോം ടു വർക്ക് ഏരിയ. ഓക്കെ, അനാവശ്യമായിട്ട് നമ്മൾ റണ്ടർ ചെയ്യണം എന്തിനാണ്, സമയം കളയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആവശ്യമില്ല. വലിയ ടൈറ്റിലാകുമ്പോൾ അത്രയും നമ്മൾ സമയം വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കറക്റ്റ് തീരുന്ന അവിടെ വെച്ചിട്ട് N അടിക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രിം കോം ടു വർക്ക് ഏരിയ. പക്ക കഴിഞ്ഞു. ഓക്കെ, കറക്റ്റായിട്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് റണ്ടർ ചെയ്ത് നോക്കാം. റണ്ടർ ചെയ്ത് ഞാനിപ്പോൾ ഔട്ട് എടുത്ത് കാണിച്ചു തരാം. ഫയൽ, എക്സ്പോർട്ട്, ആഡ് ടു റെൻഡർ ക്യൂ. ഓക്കെ, ഫയൽ, എക്സ്പോർട്ട്, ആഡ് ടു റെൻഡർ ക്യൂ. ബെസ്റ്റ് സെറ്റിംഗ്സിൻ്റെ അകത്ത് ബെസ്റ്റ് സെറ്റിംഗ്സ് ആണ്, റീഡ് ഓൺലി ആണ്. സൈസ് 1920x1080 ആണ്. അതേപോലെ ലൂസ്ലെസ് എടുക്കുക. എൻ്റെ ഫോർമാറ്റ് AVI ആണെങ്കിൽ AVI ആക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഔട്ട് എടുക്കുന്ന സമയത്ത് RGB പ്ലസ് ആൽഫ എടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ RGB മാത്രം എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പം സാധാരണ നമ്മൾ മോഷൻ ഗ്രാഫിക്സ് എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ചിലപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഇത് കൊടുക്കുന്നത് അല്ലേ. നോർമലി നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ അവർ ചെയ്യുന്ന FCPയിലായിരിക്കും, പ്രീമിയറിലായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. ഒരാൾ കൈ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് കുറേ സംഭവങ്ങൾ ഇങ്ങനെ എഴുതി പോകണം. ഓക്കെ, ഇപ്പം ഞാൻ ഇപ്പം നിന്നിങ്ങനെ കൈ കാണിക്കണം, എൻ്റെ ചാനലിൻ്റെ പേര് ഇതാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകണം. അപ്പം നമ്മൾ ഈ RGB ആയിട്ട് കൊടുക്കരുത്, ഈ RGB പ്ലസ് ആൽഫ ചാനലായിട്ട് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് കോഡ് കൂടി അവിടെ വരും. മനസ്സിലാവുന്നുണ്ടോ? ഈ ടെക്സ്റ്റിൻ്റെ ട്രാൻസ്പാരൻസി കട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ഏരിയയുടെ ട്രാൻസ്പാരൻസി അങ്ങ് പോകണം. ഈ ടെക്സ്റ്റ് മാത്രമേ എനിക്ക് അതിൻ്റെ അകത്ത് വരാനുള്ളൂ. ഓക്കെ, അത് RGB ആയിട്ട് കൊടുക്കരുത്. അപ്പം നല്ലോണം അറിയാവുന്ന ആളാണെങ്കിൽ അവർ പറയും നമുക്ക് ആൽഫയും കൂടെ വേണം, RGB പ്ലസ് ആൽഫയിൽ കൊടുക്കാവുള്ളൂ എന്ന് പറയും. മനസ്സിലായില്ലേ? ഇപ്പം ഞാനിപ്പോൾ തൽക്കാലം RGBയിലാണ്, കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് പ്രീ മൾട്ടിപ്ലൈഡ് ആയിരിക്കണം. ഓക്കെ, പ്രീ മൾട്ടിപ്ലൈഡ് ആയിരിക്കണം. അതേപോലെ RGB പ്ലസ് ആൽഫ. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ എന്താണ് പ്രീ മൾട്ടിപ്ലൈഡ് നോക്കാം. നമ്മൾ ഫ്യൂഷൻ ന്യൂക്കൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് പ്രീ മൾട്ടിപ്ലൈഡ് എന്ന്. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ചാനലിൻ്റെ അകത്ത് RGB പ്ലസ് ആൽഫ ആക്കി കൊടുക്കുക. അതാകുമ്പോൾ കറക്റ്റ് അവർക്ക് കട്ടായിട്ട് കിട്ടിക്കോളും. ഇത് ബ്ലാക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇത് ടെക്സ്റ്റ് മാത്രം വരും. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ട്രാൻസ്പാരൻസി കട്ടായി പോകും. RGB മാത്രമായിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അത് ഓക്കെ കൊടുക്കുക. ടെക്സ്റ്റ് ടൈറ്റിൽ അനിമേഷൻ്റെ അകത്ത് റെൻഡർ. കൂടുതൽ മോഷൻ ഗ്രാഫിക്സ് ട്യൂട്ടോറിയൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.